എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദ് സ്റ്റൈൽ സ്പെഷ്യലായിട്ടുള്ള മട്ടൺ മസാലയാണ്. ഇത് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള മസാലയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ അടിപൊളി ഒരു മട്ടൺ മസാലയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ നമുക്ക് കപ്പയുണ്ടെങ്കിൽ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുറച്ച് മട്ടൺ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബക്രീദിന് ആടിനെ കൊന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് തന്നതാണ്. ഇതിങ്ങനെയാണ് കിട്ടിയത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ലിവറാണ്, മസാല വരട്ടി വെച്ചതാണ്. ഇത് അടുത്തുള്ള വീട്ടിൽ ആടിനെ കൊന്നപ്പോൾ അവരതിൻ്റെ ഒരു വീതം തന്നതാണ് ബക്രീദിന്. ഇത് ലിവറൊക്കെ മസാല വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. കുറച്ച് ഇറച്ചി നമുക്ക് തന്നതാണിത്. നമുക്കിനി ഇത് കഴുകി വൃത്തിയാക്കി ഇനി കറി വെക്കാം. ഇപ്പോൾ മട്ടൺ നല്ലതുപോലെ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയില്ലാത്ത തൈര് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം മസാല നമ്മൾ നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് മട്ടൺ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു വലിയ സവോള 2 കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിക്ക കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ വലിയ കഷ്ണങ്ങളാക്കി കൊത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, പുതിനയില, വറ്റൽമുളക് 3-4 എടുത്തിട്ടുണ്ട്. ഒരു 2 ഏലക്ക, കുറച്ച് ചെറിയ ജീരകം, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് കുറച്ചെടുത്തു. 2-3 ഗ്രാമ്പൂ, വെളുത്ത എള്ളാണ് 1 ടീസ്പൂൺ വെളുത്ത എള്ള, ഒരു കഷ്ണം കറുവാപ്പട്ട. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. നമുക്കിനി ഈ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു തവ ഗ്യാസിലേക്ക് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം മല്ലി ഇട്ട് കൊടുക്കാം. ചുവന്ന മുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരട്ടെ. നമ്മുടെ തേങ്ങ എടുത്ത് വെച്ചിരുന്ന ആ തേങ്ങ കഷ്ണം കൊണ്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് കൊടുത്ത എള്ള, ജീരകം, കുരുമുളക്, നമ്മുടെ പട്ട ഇതെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കാരണം ഒരുപാട് ഫ്രൈ ആകണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലതുപോലെ അടിച്ച് ഇത് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മൾ അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് കൂടുതലുണ്ടെങ്കിലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. സാധാരണ ഇവിടെയൊക്കെ കറി വെക്കുമ്പോൾ കൂടുതലും നെയ്യിലാണ് കറി വെക്കുന്നത്.
നമുക്ക് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ മതി. ഞാനിപ്പം സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി നമുക്കതിലേക്ക് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമുക്ക് ഈ സമയം കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുക്കാം. നമ്മൾ നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് മസാല. അപ്പോൾ സവോള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊരു ഫ്രൈ ആക്കി എടുക്കണം. അതുവരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ സവോള നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന നമ്മളുടെ മട്ടൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം. പിന്നെ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. സവോളയും നമ്മുടെ മട്ടൻ പീസും ഒക്കെ ഒന്ന് ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഈ സമയം വെള്ളമോ മസാലയോ ഒന്നും ചേർക്കുന്നില്ല. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കത് മൂടി വെക്കാം. മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് അടപ്പ് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിടാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നമുക്കിനിയും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക മസാല. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നത്. നിങ്ങൾ കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഒരു വിസിൽ ആകുന്നവരെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം വേണം ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുന്നില്ല, അല്ലാതെ തവയിൽ തന്നെ ഇട്ടാണ് വേവിക്കുന്നത്. ഇനിയും നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് കൂടി വെക്കാം. നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കാരണം നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ട് മസാല പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളിക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കാം. നമ്മളിതുവരേക്കും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിക്കൊക്കെ ഒന്ന് വെന്ത് വരണം. നമുക്കൊന്നുകൂടെ തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് മട്ടൺ മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പൈസിയായി വേണമെന്നുള്ളവർക്ക് മാത്രം ഇത് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മട്ടൺ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് മട്ടൻ്റെ വേവ് നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. വളരെ പെട്ടെന്ന് വേകുന്ന മട്ടനാണെങ്കിൽ കുറച്ച് വെള്ളം മതി. വേവുള്ള മട്ടനാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം.
10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കാം. നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചാറൊക്കെ കുറുകി നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. നമുക്കത് വെന്തോ എന്ന് നോക്കാം. ഓക്കെ, ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് നമ്മുടെ പുതിനയില മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട്. ഈ ഗ്രേവിയിൽ എടുക്കണമെങ്കിൽ ഈ ഗ്രേവി തന്നെ നമുക്ക് എടുക്കാം. കുറച്ചുകൂടെ കുറുകിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ കുറുകി എടുക്കാം. നമുക്കിനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ. നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണയൊക്കെ തിളച്ച് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൈദരാബാദി മട്ടൻ കറിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മസാലയല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഹൈദരാബാദി സ്പെഷ്യൽ മട്ടൻ മസാലയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് കപ്പ കഴിക്കാനാണ് കപ്പയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ മട്ടൻ തന്ന നസീർ അങ്കിളിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ബക്രീദിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മട്ടനാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത നല്ല വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.